ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഈഗിൾ സ്ട്രൈക്കർ ഗെയിമിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മൈൻക്രാഫ്റ്റാണ്. മൈൻക്രാഫ്റ്റ് തേർഡ് എപ്പിസോഡ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു തേർഡ് എപ്പിസോഡ് സർവൈവൽ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിപ്പോൾ ഇപ്പോൾ രാത്രി ആവാൻ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴത്തേക്കൊന്ന് നോക്കണ്ടേ, ഈ ഒരു വീറ്റ് നമുക്ക് എടുക്കാം. ചുമ്മാ കയ്യിരിക്കട്ടെ, വീറ്റൊക്കെ നമുക്ക് ആവശ്യം വന്നാലോ. എന്തായാലും കണ്ട ഗൈസ്, രാത്രി ആവാനായിട്ടുണ്ട്. നമുക്ക് നേരത്തേക്ക് ഈ ക്യാരറ്റൊക്കെ എടുത്തിട്ട് കുറച്ചൊരു ക്യാരറ്റ് എടുക്കണം. അപ്പുറത്ത് കുറച്ച് ക്യാരറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. കുടുങ്ങി അമ്മേ. ഓക്കെ. അപ്പം ഗൈസ് നമുക്ക് നോക്കട്ടെ, എവിടെയോ ഇതെൻ്റെ വീട്. ഓക്കെ. അപ്പം നമ്മൾ കുറച്ച് അപ്പുറത്തായിട്ട് നമുക്ക് ഇന്ന് രാത്രി ഒരു കാര്യം ചെയ്യാമെങ്കിൽ, ക്യാരറ്റ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മോൺസ്റ്റർ ഹണ്ടിങ് പരിപാടി ചെയ്താലോ എന്നൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ ഇത് ഞാൻ ബെഡ്റോക്ക് ആയതുകൊണ്ട് ഇച്ചിരി ടഫാണ്. നമുക്ക് ഈ മൂവ്മെൻറ്റും ഇതെല്ലാം കുറച്ച് ലാഗാണ് എൻ്റെ ഫോണ്. ഒരു നാല് കൊല്ലം കൊണ്ടായി. കൊറോണ സമയത്താണ് ഈ ഫോൺ എടുത്തത്, തുടങ്ങിയ സമയത്ത്. അതിൻ്റെ ഉപനയനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഗിഫ്റ്റ് തന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ക്യാരറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ കുറച്ച് ക്യാരറ്റ് എടുക്കാം. അത് കാരണം ഈ ഫോണിൽ ചെറിയ പഴയ ഫോണാണ്, അപ്പം അതിന് ചെറിയ ലാഗ് ഉണ്ട്. അതല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ല. പക്ഷേ ബെഡ്റോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിക്കാനും ഇതിനൊക്കെ കുറച്ച് പ്രയാസമാണ്. ഇനി എങ്ങാനും എല്ലാ ഹോസ്റ്റൈൽ മോബ്സ് ഒന്നും അടിച്ചാൽ പണി കിട്ടും. ന്യൂ ഫിയർ അൺലോക്ക്ഡ് ആവും. ക്യാരറ്റ് ഓക്കെ. ഗൈസ്, ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഞാനൊരു ലൈവ് വരാൻ പ്ലാൻ ഉണ്ട് എനിക്കത്. എന്നത്തേക്ക് വരണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഡെയിലി മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഞാൻ ഇപ്പോൾ 10ാം ക്ലാസ്സിലോട്ടാണ്, അതുകൊണ്ട് തന്നെ അറിയാമല്ലോ, എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഇടാൻ പറ്റണമെന്നില്ല. മാക്സിമം ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും മിനിമം ഇടാൻ നോക്കാം ഞാൻ. എന്തായാലും ഞാനാണെങ്കിൽ ഗെയിം കളിക്കുവാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇടാം. വോയിസ് ഒന്നും ഉണ്ടാവണമെന്നില്ല, അതാണ് ഒരു കാര്യം. ഈ സ്കെലിട്ടൺ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു മോബ്. വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ. സ്കെലിട്ടൺ അടിക്കാൻ ഏറ്റവും പ്രയാസം ഈ ഒരു ഇതിനകത്ത്. ബാക്കിയെല്ലാം നമുക്ക് സഹിക്കാം. സ്കെലിട്ടൻ്റെ ഓരോ അമ്പ ചെയ്തിരുന്നത് അത് ക്ലോസ് റേഞ്ച് ഒന്നും വേണ്ട, അതിന് ദൂരെ നിന്ന് എറിഞ്ഞിടാമല്ലോ. ക്രീപ്പറും സോംബിയൊക്കെയാണ് നമുക്ക് അടുത്ത് നിന്ന് അടിച്ചെങ്കില്ല, തല്ലിയെങ്കില്ല പണ്ടാരം. ഇതാണെങ്കിൽ അങ്ങനെ പറ്റത്തില്ല, അടുത്ത് തന്നെ ഭയങ്കര പാടാണ്. പക്ഷെ നാളെ രാവിലെ ഇത് എണീറ്റ് കഴിഞ്ഞിട്ട് നാളെ രാവിലെ അവനവിടെ ഉണ്ടെങ്കിൽ തീർത്തിരിക്കും ഞാൻ. അവിടെ അരിഞ്ഞ് കൊല്ലും ഞാൻ, വെട്ടിക്കൊല്ലും ഞാൻ നിങ്ങളെ. എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണിത്. നോക്കട്ടെ, ഇവിടെ അതുകൊണ്ട് നിൽക്കുന്നു കള്ള ബേടുവൻ. അടിച്ച് കൊല്ലും ഞാൻ. പിന്നെ ഈശോ ക്രീപ്പർ, ദൈവമേ. ക്രീപ്പർ പൊട്ടി ഗൈസ്. ക്രീപ്പർ ടോട്ടോ ആയി ഗൈസ്. ടോട്ടോ സ്പൈഡർ ഡൈ ചെയ്ത സ്പൈഡറാന്ന് തോന്നുന്നു. ബ്ലാക്ക് സോറി ഗൈസ്, ചളി. കൊള്ളാൻ പോയി ഗൈസ്, എന്ത് ചെയ്യാനാണ് ഗൈസ്. നിങ്ങളെന്തെങ്കിലും കണ്ടോ ആ മലയുടെ അപ്പുറത്ത് വല്ലതും? ഞാൻ എന്തോ കണ്ട പോലെ തോന്നി എനിക്ക്. മലയുടെ അപ്പുറത്ത് ഒരാൾ നിൽക്കുന്ന പോലെ തോന്നിയോ എന്ന് ഡൗട്ട് എനിക്ക്. തോന്നലായിരിക്കും ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി നമ്മളെ ഓരോരോ എപ്പിസോഡ് കഴിയുന്തോറും ഇനി ഹീറോ ബ്രെയിൻ വല്ലതും വരുമെന്ന് അറിയത്തില്ല ഗൈസ്. വന്നാൽ അയ്യോ പിന്നെ ഗോവിന്ദയാവും. കാരണം ഹീറോ ബ്രെയിൻ അല്ലേ. ഹീറോ ബ്രെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഗൈസ്. പിന്നെ വിരളൊന്ന് ചെറുതായിട്ട് ഒടിഞ്ഞായിരുന്നു ഗൈസ്. ഒരു 2 ആഴ്ചയായി ഒടിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോഴൊക്കെ ഇച്ചിരി പ്രയാസമാണ്. എന്നാലും ഞാൻ കളിക്കും ഗൈസ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കളിക്കും യൂട്യൂബിലിടാനായിട്ട്. എനിക്ക് വ്യൂസൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. എനിക്ക് 4 വ്യൂസും ഒക്കെ ഉള്ളൂ, 3-4 വ്യൂസൊക്കെ ഉള്ളൂ. അത് കുഴപ്പമില്ല ഗൈസ്. എനിക്ക് പറ്റുന്ന അത്രയും കാലം, എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്ന അത്രയും കാലത്തോളം ഞാൻ വീഡിയോ ഇടും.
വ്യൂസ് നോക്കിയിട്ടല്ല ഞാൻ വീഡിയോ ഇടുന്നത്, ഞാൻ സന്തോഷത്തിന് വേണ്ടി വീഡിയോ ഇടുന്നത്. എനിക്ക് വീഡിയോ ഇടുമ്പോൾ ഒരു ഹാപ്പിനെസ്സാണ്. ആരെങ്കിലും ഒരാൾ നമ്മളെ അഭിനന്ദിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. 5 മിനിറ്റായല്ലോ ഗൈസ്, വീഡിയോ 5 മിനിറ്റായി. നമുക്കൊരു 15 മിനിറ്റ് വെച്ച് നിർത്താമെന്നാണ് എൻ്റെ ഒരു പ്ലാന്. ഇനി 10 മിനിറ്റും കൂടാണ്. കുറച്ച് നേരം ഒന്ന് മൈനിങ്ങിന് പോകാനാണ് എനിക്ക് ഇനിയുള്ള എൻ്റെ ഒരു പ്ലാൻ. എന്താ വെച്ചാൽ മൈനിങ്ങാണ്. ഇതുവരെ മൈനിങ്ങിന് പോയില്ലല്ലോ. മൈനിങ്ങിന് പോകാതെ തന്നെ നമുക്ക് ഈ ഒരു വില്ലേജ് നമ്മുടെ അടുത്ത് തന്നെ കിട്ടിയോണ്ട് നന്നായി. ഈ സീഡ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടായിരുന്നല്ലോ, നല്ല സീഡാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സീഡ്. ഞാൻ ഇനി ഈ സീഡിൻ്റെ തന്നെ ഒരു ജാവ ഹാർഡ് കോർ തുടങ്ങിയാലോ എന്നൊരു പ്ലാൻ എനിക്കുണ്ട്. ജാവ എനിക്ക് വലിയ സീനില്ല ഗൈസ്. ഈ മൊബൈൽ കളിക്കുമ്പോഴേ എനിക്ക് കൺട്രോൾ ചെറിയ പ്രശ്നമുണ്ടാ, ചാടാൻ ഭയങ്കര പാട്. കാരണം നമ്മൾ തിരിയാനൊക്കെയാണ് മൊബൈലിൽ ഒക്കെ അങ്ങനെ തിരിയുക. ഇതാകുമ്പോൾ മൗസ് ഇട്ട് തിരിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ജാവയിൽ വീഡിയോ ഇടാനായിട്ടൊന്ന് തുടങ്ങുന്നുണ്ട് ഒരെണ്ണം. പിന്നെ ജുറാസിക് വേൾഡ് എവല്യൂഷൻ 2 എടുത്തിട്ടുണ്ട്, അതിൻ്റെയും കളിക്കാം. പോപ്പി പ്ലേ ടൈമിൻ്റെ 1 അതും കളിക്കാം. പല വീഡിയോകൾ നമുക്ക് ഇട്ട് തുടങ്ങാം. ഗൈസ്, നിങ്ങൾക്കറിയാമോ ഈ ഒരു സ്ട്രെയിറ്റ് ഡൗൺ മൈൻ ചെയ്യരുത് എന്നുള്ള റൂള്? ഇപ്പം തൽക്കാലം നമുക്ക് തെറ്റിക്കുന്നില്ല. നമുക്ക് തെറ്റിക്കാൻ ഒരു ദിവസം തെറ്റിക്കാതെ ഇങ്ങനെ റൂളെന്ന് പറഞ്ഞാൽ തെറ്റിക്കാനുള്ളതാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ ജീവിച്ച് പോവാം. ഈ ഒരു വാട്ടർ ബക്കറ്റ് ക്ലച്ച് ഞാൻ ഫസ്റ്റ് വീഡിയോയിലൊന്നും ഇട്ടായിരുന്നു ഗൈസ്. പക്ഷേ ഞാൻ ഇടയ്ക്കൊന്ന് പോസ് ചെയ്തായിരുന്നു. ആ ഒരു ബ്രെഡ് ഉണ്ടാക്കുന്ന സമയത്ത് വെറുതെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് പോസ് ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പിന്നെ ഓൺ ചെയ്യാൻ മറന്നുപോയി. ബുദ്ധി, ഇൻ്റലിജൻറ്റ് മീ, വാട്ട് കൻ ഐ ഡു. അപ്പോൾ ചുമയുണ്ട് ഗൈസ്. ഈ ഫസ്റ്റ് വാട്ടർ ഇത് ക്ലച്ച് അടിച്ച് ഗൈസ്, നല്ല സെറ്റ് സാധനമായിരുന്നു. എനിക്ക് എപ്പോഴും ഫോണിലാണെങ്കിൽ വാട്ടർ ബക്കറ്റ് ക്ലച്ച് അടിക്കാൻ നല്ല ടഫാണ്. കാരണം കൺട്രോൾ പെട്ടെന്ന് കിട്ടത്തില്ല. നല്ലൊരു ഇതടിച്ചതാണ് ഗൈസ്. അത് 360 എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് ഞാൻ താഴോട്ട് ചാടിയിട്ട് അതാ എടുക്കാം. ഇത് പോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഗൈസ്, പോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഓണാക്കാൻ മറന്നുപോയി, അത് കിട്ടിയില്ല ഗൈസ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ GTA 5 വീഡിയോയിൽ പറഞ്ഞ ഒരു ഇത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ആ ചാനൽ നല്ല ചാനലാണ്, എനിക്കിഷ്ടപ്പെടും. അതായത് അതിൽ കുറേ ആനിമൽസിൻ്റെ ഒക്കെ വീഡിയോ. എനിക്ക് മൃഗങ്ങളെന്ന് വെച്ചാൽ ജീവനാണ് ഗൈസ്. ആനിമൽസാണ് എൻ്റെ ഹൃദയം. കോൾ വെച്ച് നമുക്ക് കുറച്ച് ടോർച്ചൊക്കെ ഉണ്ടാക്കിയിട്ടേ രാവിലെ ആയതേ ഉള്ളൂ പോയി. ഞാൻ രാത്രി ആയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോകാൻ പോയതാണ്. സാറില്ല, കുറച്ചുകൂടെ മൈൻഡ് ചെയ്യാം ഗൈസ്. വൈകിട്ട് ഇനി ഇറങ്ങുന്നുള്ളൂ നമ്മൾ. അല്ല പിന്നെ നമ്മളുടെ കളി അങ്ങോട്ട് മൈൻഡ് ചെയ്യാം, അതൊന്നല്ല. അങ്ങോട്ട് തന്നെ മൈൻഡ് ചെയ്യുന്നത് നല്ലത്. തിരിച്ച് നമുക്ക് ഒരേ വഴി തന്നെ നമ്മൾ പാത്തൊരിക്കൽ തെറ്റിക്കല്. നമ്മൾ സ്ട്രെയിറ്റ് പാത്തിലേക്ക് സ്ട്രെയിറ്റ് സക്സസ് ആയിരിക്കും പോകേണ്ടത്. നമ്മുടെ ലക്ഷ്യം എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം. അതായത് ഇപ്പം നമ്മുടെ കൺമുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. അതായത് ഇപ്പം നിങ്ങൾക്ക് വീടിൻ്റെ പുറത്തു നിന്ന് വീടിൻ്റെ റൂമിലിരിക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഗേറ്റിലേക്ക് എത്തണം. നിങ്ങൾക്ക് ഗേറ്റിൽ നിന്ന് ശരിക്കും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഗേറ്റിലേക്ക് എത്താനുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഗേറ്റിലോട്ട് പോകാനുള്ള വഴിയുമെല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മനസ്സിൽ ഗേറ്റ് തെളിയുന്നുണ്ട്. അതായത് നിങ്ങൾ നടന്ന് ഗേറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നു. ആ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി വാതിൽ തുറന്ന് ഓരോരോ വാതിലുകളായി തുറന്ന് നിങ്ങൾ ഗേറ്റിലേക്ക് എത്തുന്നു അല്ലേ? ആ ഗേറ്റ് തുറന്നാൽ പുറത്തേക്ക് സക്സസ് ആണ്. അതുപോലെ നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് വേയിൽ പോകണം. എത്രത്തോളം നമുക്ക് സ്ട്രെയിറ്റിൽ പോകാൻ പറ്റുന്നോ നമ്മളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ സ്ട്രെയിറ്റ് വഴി, അല്ലാതെ വളഞ്ഞ വഴി ഓരോ കള്ളത്തരം കാണിച്ച് സക്സസ്സിലേക്ക് എത്തുന്നതിനേക്കാൾ നല്ലത് സ്ട്രെയിറ്റ് വഴി സക്സസ്സിലേക്ക് എത്തി നന്നായിട്ട് ജീവിച്ച് കാണിക്കുക. അതാണ്. പലരും പറയും നമുക്ക് എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല, എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് സക്സസ്സിലേക്കുള്ള പാത്ത് എത്തില്ല. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. എഡ്യൂക്കേഷൻ കൊണ്ടും നമുക്കൊരു വിധമൊക്കെ കിട്ടും. അത്യാവശ്യം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡോക്ടറായി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലോണം നമുക്ക് മാസം
ആറക്കം മാസം ഒരു 6 ഉള്ള ശമ്പളമൊക്കെ നമുക്ക് കിട്ടും. 5 ലക്ഷം 8 ലക്ഷം രൂപയൊക്കെ വരെ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പം സക്സസ്സിലേക്കുള്ള പാത ബിസിനസ് മാത്രമല്ല ഗൈസ്, നമുക്ക് എഡ്യൂക്കേഷനിലൂടെയും എത്താൻ പറ്റും. നമ്മളെപ്പോഴും പക്ഷേ സക്സസ്സിലേക്കുള്ള നമ്മുടെ കണ്ണെപ്പോഴും സക്സസ്സിൽ തന്നെ ആയിരിക്കണം. നമ്മളെങ്ങോട്ട് ഏതിൽ ഫോക്കസ് ചെയ്യുന്നോ അതിലോട്ട് തന്നെ എത്താൻ ശ്രമിക്കണം. നമ്മുടെ പാഷൻ എന്താണോ അതിലെത്തുക, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് ചെയ്യുക. ഇപ്പം നമ്മുടെ പേരൻസ് ഡോക്ടറാവണം എൻജിനീയർ ആവണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കതല്ല, നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണ് നിങ്ങളുടെ പാഷനെങ്കിൽ നിങ്ങളതിൽ പോകണം. അതാണ് നിങ്ങളുടെ ഇത്. ഒത്തിരി ഉണ്ടല്ലോ ദൂരോട്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ക്യാമറ നമ്മുടെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഓണാക്കി. കുറേ ഉണ്ടായിരുന്നു ഗൈസ്. ഒരു 2 മിനിറ്റ് ഞാൻ നടന്നു ഗൈസ്. തിരിച്ച് കയറാൻ ഈ മരം ഒന്ന് മുറിക്കണം. ഗൈസ് പിന്നെ നിങ്ങളെന്തെങ്കിലും കമൻറ്റൊക്കെ ഇടണം കേട്ടോ. നിങ്ങൾ ഈ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളെൻ്റെ വീഡിയോ എല്ലാം കാണണമെന്നൊന്നുമില്ല. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ് കഴിച്ചത്. നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല, പൈസ ചിലവൊന്നുമില്ലല്ലോ. അതിന് നിങ്ങൾക്കാണെങ്കിൽ അത് ചെയ്യാവുന്നതല്ലേ. ജസ്റ്റ് ഒരു ക്ലിക്കല്ലേ, ജസ്റ്റ് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്ലീസ് ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. സബ്സ്ക്രൈബും ചെയ്തൊന്ന് ലൈക്ക് കൂടെ അടിച്ച് ഷെയർ പറ്റുമെങ്കിൽ ഷെയറും ചെയ്തോ. ഷെയർ ചെയ്യണം നിർബന്ധമില്ല, ഷെയർ എല്ലാവർക്കും ചെയ്യണമെന്നൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഗെയിം കളിക്കുന്ന ഗെയിമിനോട് ഇത്ര ഇതുള്ള ഫ്രണ്ട്സ് ഉണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങളൊന്ന് ഇതാക്കിയാൽ മതി ഗൈസ്. പിന്നെ 10ാം ക്ലാസ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യേ. 10 10 10 എന്നിട്ടാൽ മതി, 3 10 എന്ന് എഴുതിയാൽ മതി. അപ്പം പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ ഇതിൽ വരുന്ന കമൻസിന് എല്ലാത്തിനും അടിയിൽ ഞാൻ ഹാർട്ട് ഇടാവേ. ചാടാൻ നല്ല ബുദ്ധിമുട്ടാണ്. 12 മിനിറ്റായി ഗൈസ്. നമുക്കൊരു 12.5 മിനിറ്റായി. ഒരു 3 മിനിറ്റും കൂടെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യിക്കാം ഗൈസ്. നമുക്ക് അടുത്തതായിട്ട് മൈൻക്രാഫ്റ്റ് നമ്മളെന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഞാനൊരു വാട്ടർ ബക്കറ്റ് ക്ലച്ച് അങ്ങ് അടിക്കട്ടെ ഗൈസ്. ഒരു വാട്ടർ ബക്കറ്റ് ക്ലച്ച്, എൻ്റെ ഒരു പ്ലാനുണ്ട് വാട്ടർ ബക്കറ്റ് ക്ലച്ച് അടിക്കാൻ. അപ്പം വാട്ടർ ബക്കറ്റ് ക്ലച്ച് അടിച്ച് നോക്കാം, ചിലപ്പോൾ ശരിയാവും. കാരണം ഇത് മലയുടെ മുകളിൽ നിന്നായതുകൊണ്ട് കറക്റ്റ് നമുക്ക് താഴെ തന്നെ കറക്റ്റ് ലെവലായിട്ട് കിട്ടത്തില്ല. അതുപോലെ തന്നെ ജാവയിലായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു, പക്ഷേ ഇത് ജാവയല്ലല്ലോ. ചാടാം. 3 2 1 ജമ്പ്. കണ്ടതൊക്കെ പറഞ്ഞില്ലേ മണ്ടൻ ഞാൻ. അയ്യോ രാത്രി ഓടിക്കോ. Oh my god. ഓ വെള്ളം പോയി, വെള്ളം എടുക്ക്. എത്രയും പെട്ടെന്ന് വീട്ടിൽ കയറി ഉറങ്ങാം. ഈ മൈൻക്രാഫ്റ്റ് നമുക്ക് പറഞ്ഞിരുന്ന ഒരുപാട് ആൾക്കാർ പറയും ഗെയിം ഡസൻ ടീച്ച് യു എനിത്തിങ് എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. മൈൻക്രാഫ്റ്റ് നമുക്ക് എന്തോരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. നെവർ മോൺസ്റ്റേഴ്സ് കം ഔട്ട് അറ്റ് നൈറ്റ് അല്ലേ. അതായത് നമ്മുടെ ഡാർക്ക് സമയങ്ങളിൽ നമ്മളെ സഹായിക്കാൻ നമുക്ക് പ്രശ്നങ്ങളാക്കാനാണ് ആൾക്കാർ പറ്റിയത് നമ്മുടെ ഡാർക്ക് സമയങ്ങളിൽ. പിന്നെ യു കനോട്ട് എൻചാൻറ്റ് എ ഹോ വിത്ത് ലോയൽറ്റി. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അങ്ങനെ ഒരുപാട് മൈൻക്രാഫ്റ്റ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പോരാത്തതിന് മൈൻക്രാഫ്റ്റിൽ നിന്നാണ് ഞാൻ വാട്ടർ ബക്കറ്റ് ക്ലച്ച് അടിക്കാം. മൈൻക്രാഫ്റ്റിൽ നിന്നാണ് ഞാൻ
പഠിച്ചത്. അതായത് മറ്റേ സാൻഡിന്നാണ് ഗ്ലാസ് ഉണ്ടാകുന്നത്, പിന്നെ കോൾ കൊണ്ട് കത്തിക്കാൻ പറ്റും. ഒക്കെ ഞാൻ മൈൻക്രാഫ്റ്റിൽ നിന്ന് പഠിച്ചതാണ്. മൈൻക്രാഫ്റ്റ് നമ്മളൊന്നും ഇപ്പം കറക്റ്റായി. മൈൻക്രാഫ്റ്റ് നമ്മളൊന്നും പഠിപ്പിക്കാതിരിക്കുന്നതൊന്നും കാര്യമല്ല, നമ്മളെ സർവൈവ് ചെയ്യാൻ പഠിപ്പിക്കുന്നില്ലേ.